പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ഇന്നൽ ഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഹ്ദിഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അമാലിനാ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ മുഹമ്മദ്. സഹപ്രവർത്തകരെ, സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നല്ലൊരു വിഷയമാണ് നാവിനെ സൂക്ഷിക്കൽ. നമുക്കറിയാം, നാവ് എന്നുള്ള ഒരു അവയവം ഉണ്ടെങ്കിൽ ഒരു രാജ്യം നന്നാവും, ഒരു രാജ്യം പോലെ നശിക്കാം. കാരണം ആ രാജാവിൻ്റെ അല്ലെങ്കിൽ ആ രാജ്യം ഭരിക്കുന്ന ആളിൻ്റെ നാവ് നന്നായാൽ ആ രാജ്യം രക്ഷപ്പെടും. എന്നുമറിച്ച് അത് ഒരു വാക്കുപോലും അദ്ദേഹത്തിന് മോശമായാൽ ഒരുപക്ഷെ ആ രാജ്യം തന്നെ തകർന്നടിഞ്ഞേക്കാം. അത്രയ്ക്ക് പവറാണ് മനുഷ്യൻ്റെ നാവിനുള്ളത്. നമ്മുടെ ജീവിതത്തിൽ തന്നെയും നാവ് കൊണ്ട് നമ്മുടെ ജീവിതം തന്നെ നോക്കൂ. കുടുംബത്തിൽ നമ്മുടെ നാവ് നന്നായാൽ കുടുംബത്തിലെ പല പ്രശ്നങ്ങളും പരിഹരിക്കാൻ പറ്റും. കുടുംബത്തിലെന്ന് മാത്രമല്ല, നമ്മുടെ സമൂഹത്തിലെ, നമ്മുടെ കൂട്ടുകുടുംബത്തിലെ, നമ്മുടെ കുട്ടികളുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ എല്ലാം ചെറിയ ചെറിയ വാക്കുകൊണ്ട് പോലും നമുക്ക് നന്നാക്കാൻ കഴിയും, സാഹചര്യം നന്നാക്കാൻ കഴിയും. അതുപോലെ തന്നെ ചെറിയ ചെറിയ ഒറ്റ വാക്കുകൊണ്ട് പോലും അത് മഹാമോശമാക്കാനും ആ സാഹചര്യം മുഴുവനും അല്ലെങ്കിൽ ആ ചുറ്റുപാട് മുഴുവനും മലീമസമാക്കാനും കഴിയും എന്നുള്ള ഒരു വലിയ സത്യം എല്ലാവർക്കും തിരിച്ചറിയാവുന്ന സംഗതിയാണ്. അള്ളാഹു അത്തരത്തിലൊരു സവിശേഷമുള്ള സംഗതിയാണ് നാവ് കൊണ്ട് സൃഷ്ടിച്ചിട്ടുള്ളത്. സഹൽ ബിൻ സഅദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഒരു റിപ്പോർട്ടിൽ അള്ളാഹു റസൂൽ പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ യظلمني മാ ബൈന ലഹിയതി വമാ ബൈന റിജ്ലൈഹി ഫലഹുൽ ജന്ന. എല്ലാവർക്കും അറിയാവുന്ന ഒരു ഹദീസിനെ ആയിരിക്കാം. ആരെങ്കിലും രണ്ട് താടിയലുകൾക്ക് ഇടയിലും രണ്ട് കാലുകൾക്കിടയിലുള്ള ഒരു അവയവത്തെക്കുറിച്ച് എനിക്ക് ഗ്യാരണ്ടി തന്നാൽ ഞാൻ അവർക്ക് സ്വർഗം ഗ്യാരണ്ടി നൽകുമെന്ന് അള്ളാഹുവിന്റെ റസൂല് നമ്മളെ പഠിപ്പിക്കുന്ന ഹദീസ് കാണാം. എത്ര സിമ്പിളായിട്ടും കാര്യം പറയുന്നത്, വളരെ വിശാലമായ അർത്ഥമുള്ള ഒരു സംഗതി, വളരെ ചെറിയ കാര്യം കൂടി അള്ളാഹു റസൂല് വിശദീകരിച്ചു. എല്ലാവർക്കും അറിയാം, അതൊരു വിശദീകരണത്തിന് ആവശ്യം തന്നെ ഇല്ല. രണ്ട് താടി എല്ലുകൾക്കിടയിലുള്ള ഒരു അവയവമാണ് നാവ്. അതുപോലെ തന്നെ രണ്ട് കാലുകൾക്കിടയിലുള്ള ഒരു അവയവമാണ് അവന്റെ ഗുഹ്യസ്ഥാനം. ഈ രണ്ട് ഇറച്ചി മാത്രമുള്ള എല്ലില്ലാത്ത ഈ രണ്ട് സംഗതികളും നമ്മൾ സൂക്ഷിച്ചാൽ അള്ളാഹു സ്വർഗം കൊണ്ട് ഗ്യാരണ്ടി നൽകാമെന്ന് അള്ളാഹുവിന്റെ റസൂൽ നമ്മളെ പഠിപ്പിക്കുമ്പോൾ, സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, മുസ്ലിം സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച സംഗതി എത്രക്ക് പ്രസക്തമാണ്, എത്ര ഗാംഭീര്യമുള്ളതാണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അത് കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. ഏതായാലും ഈ ഒരു വിഷയത്തിൽ എല്ലാവരും ഈ റമദാനിൽ പ്രത്യേകിച്ച് നാവിനെ വളരെ സൂക്ഷിച്ച് നമ്മുടെ കർമ്മങ്ങളും ബാത്തിലാകി പോകാതെ രീതിയിൽ അള്ളാഹു സംരക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വഅഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.